നമസ്കാരം. ഈസി വെൽഡിംഗ് ടെക്കിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെൽഡിങ്ങിൻ്റെ കുറച്ച് തിയറി പഠിക്കാം. കാരണം കുറച്ച് വീഡിയോസ് ഇനി തിയറിയെ പറ്റി ആയിരിക്കും. നമുക്ക് ആർക്ക് വെൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. ആർക്ക് വെൽഡിങ്ങിൽ 2 ടൈപ്സ് ഓഫ് വെൽഡിംഗ് ഉണ്ട്. ഒന്ന് കൺസ്യൂമബിൾ ആർക്ക് വെൽഡിംഗ് ടൈപ്പും രണ്ടാമത് നോൺ കൺസ്യൂമബിൾ ആർക്ക് വെൽഡിങ്ങുമാണ്. വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, 2 ലോഹഭാഗങ്ങൾ താപത്തിൻ്റെയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെയോ ഫലമായി ഉരുകി ചേർക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വെൽഡിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMAW, ഷീറ്റഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. രണ്ടാമത്തെ വെൽഡിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമബിൾ ടൈപ്പിൽ GMAW, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. മൂന്നാമത് വരുന്നത് FCAW എന്ന് പറയും. അത് ഫ്ലക്സ് കോറഡ് ആർക്ക് വെൽഡിംഗ് ആണ്. അടുത്ത നാലാമത്തെ SAW, സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ് അതിൻ്റെ ഫുൾ ഫോം. അടുത്ത അഞ്ചാമത്തേത് ESW, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമുക്ക് ഈ കുറച്ച് വീഡിയോസിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകാം. അടുത്ത ആറാമത്തെ EGW, ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ്. അപ്പം ഇതെല്ലാം കൺസ്യൂമബിൾ ആർക്ക് വെൽഡിങ്ങിൽ വരുന്ന സെക്ഷൻസാണ്. അപ്പം അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നോൺ കൺസ്യൂമബിൾ വെൽഡിംഗ് ടൈപ്പ് ഏതൊക്കെയാണ്. അത് ആദ്യത്തേത് GTAW ആണ്, നോൺ കൺസ്യൂമബിളിൽ വരുന്നത്. തിഗ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, വെൽഡിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കറിയാം. തിഗ് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. തിഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ AHW, അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്. പിന്നെ വരുന്നത് CAW, കാർബൺ ആർക്ക് വെൽഡിംഗ്. ഇതാണ് നോൺ കൺസ്യൂമബിൾ ആർക്ക് വെൽഡിങ്ങിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് പഠിക്കാം. ബേസിക് കാര്യങ്ങൾ, തിയറിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാം.